ഹായ്, നമസ്കാരം. അമ്പു ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഫസ്റ്റത്തെ ക്ലാസ് ആരംഭിച്ചാലോ? ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നതിന് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി വേണ്ടത് ഫ്രെയിമാണ്. ഇതാണ് ഫ്രെയിം. ഇത് വുഡിൻ്റെ മേടിക്കുന്നതാണ് നല്ലത്. അടുത്തതായി വേണ്ടത് എംബ്രോയിഡറി ത്രെഡാണ്. ഇത് സിംഗിൾ കളറും ഡബിൾ കളറും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു എംബ്രോയിഡറി സൂചിയാണ്. ബാക്ക് ഹോൾ കൂടുതലുള്ള സൂചിയായിരിക്കും ഹാൻഡ് എംബ്രോയിഡറി സൂചി എന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് കോട്ടൺ ഫാബ്രിക്കാണ്. ഞാനിവിടെ കോട്ടൺ ഫാബ്രിക്ക് വെള്ളയാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു പേന അല്ലെങ്കിൽ പെൻസിൽ, ഒരു കത്രിക, പിന്നെ തുണിയൊക്കെ തുണിയിൽ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി ട്രേസിങ് പേപ്പർ മേടിക്കണം. പിന്നെ നമുക്ക് പിക്ചറുകൾ മേടിക്കാൻ കിട്ടും. ഹാൻഡ് എംബ്രോയിഡറി പിക്ചറുകൾ എന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫാബ്രിക്കിൽ വരയ്ക്കാൻ അറിയാത്തവർക്ക് ഉപകാരപ്രദമായിരിക്കും. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ഒന്നാമത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രെയിമിൽ എങ്ങനെയാണ് തുണി ഫിക്സ് ചെയ്യണമെന്ന് പഠിക്കാം. 2 പാർട്സ് ആയിട്ടാണ് ഫ്രെയിം കിട്ടുക. അതിൻ്റെ ചെറിയ ഭാഗം താഴെ വയ്ക്കുക, മുകളിലേക്ക് തുണി വയ്ക്കുക, മുകളിലുള്ള ഭാഗം അങ്ങനെ തുണിയോട് കൂടി അമർത്തി ഉറപ്പിക്കുക. നന്നായി വലിച്ചുറപ്പിക്കാൻ ശ്രദ്ധിക്കുക. നന്നായി ടൈറ്റായിട്ട് ഇരിക്കണം. എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ ഈ ഭാഗം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് സ്റ്റിച്ചുകൾ പഠിക്കാനുള്ള ഫ്രെയിം തയ്യാറായി. ഇനി സൂചിയിൽ എങ്ങനെയാണ് നൂല് കോർക്കുന്നത്, എംബ്രോയിഡറി ത്രെഡ് എങ്ങനെയാണ് കോർക്കണമെന്ന് നോക്കാം. സാധാരണ നൂല് എല്ലാവർക്കും കോർക്കാമെന്നത് അറിയാമല്ലോ. പക്ഷെ നമ്മൾ എംബ്രോയിഡറി ചെയ്യണതിന് എങ്ങനെയാണെന്ന് നോക്കാം. എംബ്രോയിഡറി നൂലെടുത്തു. ഇങ്ങനെ നൂലിന് കംപ്ലൈൻ്റ് ഒന്നും വരാതെ ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുക. കോർത്ത് കഴിഞ്ഞു. ഈ ത്രെഡിൽ 6 നൂലുകളാണ് വരുന്നത്. ഈ 6 നൂലുകൾ ചേർന്നതാണ് ഒരു എംബ്രോയിഡറി ത്രെഡ്. ഇത് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇന്ന് വേർതിരിച്ചെടുക്കാവുന്നതാണ്. നല്ല സിമ്പിളായിട്ട് ഇതിങ്ങനെ വേർതിരിച്ചെടുക്കാൻ കണ്ടോ. നമ്മൾ ചെയ്യണതും പഠിക്കണതും ഒക്കെ ഏകദേശം 6 സ്റ്റൻസ് വെച്ചിട്ട് തന്നെയായിരിക്കും. എങ്കിലും 2 3 ഒക്കെ വെച്ച് ചെയ്യുന്ന വർക്കുകളും ഉണ്ട്. അതിന് നേരെ നമുക്ക് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഏതായാലും അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് ഓരോ സ്റ്റിച്ചുകൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം.
ഇന്നത്തെ ക്ലാസ് എന്തായാലും കഴിഞ്ഞു. ബായ്.